മിണ്ടിയും പറഞ്ഞു. പ്രശസ്ത എഴുത്തുകാരൻ മനീഷ് മുഴക്കുന്നിന്റെ എഴുത്തുവിശേഷങ്ങൾ. നമസ്കാരം. മിണ്ടിയും പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട, വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് മനീഷ് മുഴക്കുന്നിന്റെ കീളുവാരങ്ങൾ. തന്റെ ആദ്യ നോവലായ മിഴാവുകുന്നിലൂടെ സാഹിത്യലോകത്തേക്ക് കടന്നുവന്ന മനീഷ് കീളുവാരങ്ങളിലൂടെ തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചു. കീളുവാരങ്ങൾ എന്ന പേര് തന്നെ അപരിഷ്കൃതരായി കണക്കാക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ അനുഭവിക്കുന്ന തിരസ്കാരങ്ങളെ സൂചിപ്പിക്കുന്നു. മനീഷിന്റെ എഴുത്തുവിശേഷങ്ങളിലേക്ക്. മനീഷ് ആദ്യമായി എഴുത്തിലേക്ക് കടന്നു വന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാൻ തോന്നുന്നു. എഴുത്ത് ഏതാണ്ട് ഒരു 7 വർഷമായി എഴുത്തിലേക്ക് കടന്നു വന്നിട്ട്. വായനയാണ് നമ്മളെ എഴുത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു ഘടകം. എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ കടന്നു വരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ അത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു വരുന്ന സമയത്തും അച്ഛൻ നന്നായി വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഒന്നാമത് കുട്ടിക്കാലത്ത് അമ്മ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് 4 വയസ്സുള്ളപ്പോൾ. പിന്നീട് അതിന്റെ തുടർച്ചയിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുമല്ലോ. അപ്പം ആ സമയത്തൊക്കെ ആയാലും അച്ഛൻ നന്നായി വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അച്ഛൻ ഏത് സമയത്തും പുറത്തു പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അച്ഛന്റെ കയ്യിൽ വായിക്കേണ്ട എന്തെങ്കിലും ഒരു പുസ്തകം ഉണ്ടാവും. അത് ആ കാലഘട്ടത്തിനകത്ത് നമ്മുടെ മംഗളം, മനോരമ പോലുള്ള മാസികകളാവട്ടെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്ന ബാലമംഗളം, ബാലരമ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളായിക്കോട്ടെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അച്ഛന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ വായനയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അതിന്റെ തുടർച്ചയിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു പുതിയ ഗ്രന്ഥശാല ആരംഭിക്കുന്നു. പിന്നീട് നമ്മുടെ ഈ വായന ആ ഗ്രന്ഥശാലയിലേക്ക് മാറുകയാണ്. അവിടെ നിന്നാണ് വായന കുറെ കൂടി ശക്തമായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. ആ കാലത്ത് ആരുടെ പുസ്തകമായിരുന്നു കൂടുതൽ വായിച്ചുകൊണ്ടിരുന്നത്? ഇന്നയാള് എന്നല്ല, മറിച്ച് നമുക്ക് പരന്ന വായനക്ക് അപ്പുറത്തേക്ക് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഈ ക്രൈം നോവലുകൾ, ഡിറ്റക്റ്റീവ് നോവലുകൾ, ഹൊറർ നോവലുകളൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക. അന്നത്തെ ബാറ്റിൻ ബോസ്, മെഴുവേലി ബാബുജി, കോട്ടയം പുഷ്പനാഥ്, പിന്നെ ഏറ്റുമാർ ശിവകുമാര്, അങ്ങനെയുള്ള ആളുകളുടെ. പിന്നീട് നമ്മൾ MT-യിലൊക്കെ കടന്നു വരുന്നു. പിന്നീട് നമ്മൾ പഠനത്തിന് ശേഷം വായന പൂർണ്ണമായിട്ടും കുറച്ച് പുറകിലേക്ക് പോയൊരവസ്ഥയുണ്ടായി. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും വായന തിരിച്ചു പിടിക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ ഈ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ചില കഥകളും കഥാപാത്രങ്ങളും ഒക്കെ രൂപം കൊടുക്കും. അപ്പോ അത് എവിടെയും എഴുതി വെക്കപ്പെടുന്നതല്ല, നമ്മുടെ മനസ്സിൽ തന്നെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ രൂപം കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അവരുടെ തമ്മിലുള്ള സംഘടനകൾ അല്ലെങ്കിൽ സംഭാഷണങ്ങളൊക്കെ നമ്മൾ ആ കാലത്ത്, നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ നമ്മളിങ്ങനെ ഒരു പക്ഷേ നടന്നു പോകുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ എവിടെയും വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ രൂപം കൊടുത്ത ഒരു ഓർമ്മകൾ ഉണ്ട്. അപ്പൊ അതിന്റെ തുടർച്ചയിലാണ് പിന്നീട് എഴുത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു അനുഭവം. അത് ആദ്യം കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെ എഴുതി തുടങ്ങി. അപ്പൊ ആ കഥകൾ നമ്മൾ മറ്റുള്ളവർ വായിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളും അപ്പൊ നമുക്ക് കുറച്ചുകൂടി എഴുതാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നല്, ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ട്. ഈ കോളേജിൽ പഠിക്കുന്ന കാലത്താണോ ചെറുകഥകളൊക്കെ എഴുതി തുടങ്ങിയത്? അല്ലല്ല, ഞാൻ അതാണ് ഒരു 7 വർഷം മുൻപാണ് എഴുത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എഴുതി തുടങ്ങി. പിന്നീട് എന്റെ നാടിന്റെ കണ്ണൂർ ഇരിട്ടി മുഴക്കുന്ന് എന്ന് പറഞ്ഞ പ്രദേശമാണ്. അപ്പൊ ആ പ്രദേശത്തിന്റെ പ്രാദേശിക ചരിത്രം, അന്ന് ആ കാലഘട്ടത്തിൽ അവിടെ നിന്ന് നിലനിന്നിരുന്നിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഐതിഹ്യ കഥകൾ, ഇന്നത്തെ കാർഷിക സംസ്കാരങ്ങൾ, അതുപോലെ തന്നെ പ്രാദേശികമായുള്ള ഭാഷകൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇത്തരം കഥകൾ കേൾക്കുന്നു, ഈ പഴയ കാലത്തെക്കുറിച്ച് അറിയുന്നു, ഈ ഭാഷയെക്കുറിച്ച് അറിയുന്നു. അങ്ങനെ ഇതൊക്കെ ഒരുപക്ഷെ ഒരു കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാമെന്നൊരു ആദി നമ്മുടെ ഉള്ളിൽ തന്നെ രൂപം കൊടുക്കുന്നു. അങ്ങനെ ഘട്ടം വന്നപ്പോൾ ഇത് ചേർത്ത് വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഒരു പുസ്തകം എഴുതിക്കൂടാ എന്ന തോന്നലാണ് മിഴാവുകുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒരു നോവൽ പുറത്തു വരുന്നത്. അത് ഒരു നല്ല രീതിയിൽ തന്നെ വായിക്കപ്പെട്ട ഒരു പുസ്തകമായിരുന്നു. പബ്ലിഷ് ചെയ്താരായിരുന്നു? കണ്ണൂരിലുള്ള കൈരളി ബുക്സ് ആണ്. അതിനുശേഷം ആ സമയത്ത് തന്നെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു പ്രമേയമായിരുന്നു കീളുവാരങ്ങളിലൂടെ ഇപ്പം മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് പ്രാദേശിക ചരിത്രത്തിലൂടെ നോവലിലൂടെ പ്രാദേശിക ചരിത്രം പറയാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ച്, അവിടെ നമ്മുടെ അന്ന് ഉപയോഗിച്ചിരുന്ന ഭാഷകള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നോവലായിരുന്നു. ഓരോ നാടിനും പ്രാദേശികമായിട്ടുള്ള കുറെ വാക്കുകൾ ഉണ്ടാവും. ഇപ്പോ ഞങ്ങളുടെ നാട്ടില് സന്ധ്യാനേരം ആയിക്കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തില് മയിമ്പായി എന്നാണ് പറയാ. മയിമ്പ് എന്നാണ്, മയിമ്പാകാനായി എന്ന് പറയും.
അപ്പൊ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിന് കുടിക്കുന്ന വെള്ളത്തിന് ആ കാലഘട്ടത്തിൽ തന്നറ് എന്നാണ് പറയാ. പഴയ ആളുകളാണെങ്കിൽ നീ കുറച്ച് തന്നറിങ്ങെടുത്ത എന്ന് പറയും. അപ്പൊ ഈ തന്നറ് പോലുള്ള വാക്കുകൾക്കൊന്നും പുതിയ കാലത്തെ കുട്ടികൾക്ക് അറിയില്ല. ഇത് ഈ പഴയ തലമുറയിലൂടെ പതുക്കെ അതങ്ങനെ നിന്നു പോവാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ കണ്ടെടുക്കാനും അത് സൂക്ഷിച്ചു വെക്കാനും കഴിഞ്ഞു എന്നതാണ് ഒരു നോവലിന് അപ്പുറത്തേക്ക് നമുക്ക് തരുന്നൊരു സംതൃപ്തി. മിഴാവുകുന്ന് എഴുതി പൂർത്തീകരിക്കാൻ കുറച്ച് പഠനവും നിരീക്ഷണവും ഒക്കെ ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പൊ അതിന് ഒരുപാട് സമയം പിടിച്ചോ? പ്രത്യേകിച്ച് എന്റെ നാട്ടിലെ കാര്യങ്ങളായതുകൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ കേട്ടറിഞ്ഞ കുറെ അനുഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള മനുഷ്യരോട് പോയി കണ്ട് ചോദിച്ചറിഞ്ഞ് 2.5 വർഷം കൊണ്ട് ആണ് മിഴാവുകുന്ന് എഴുതി. മനുഷ്യന്റെ എഴുത്ത് രീതികൾ എങ്ങനെയാണ്? ചില എഴുത്തുകാരൊക്കെ ദിവസം ചില സമയങ്ങൾ എഴുത്തിനു വേണ്ടി മാറ്റിവെക്കുമെന്നും ചില എഴുത്തുകാർ 1-2 അധ്യായങ്ങൾ ഓരോ ദിവസമായിട്ട് തീർത്തു പോവുകയാണ് ചെയ്യാറുള്ളതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. മനീഷിന് അങ്ങനെ എന്തെങ്കിലും ഒരു ചിട്ടകളുണ്ടായിരുന്നോ? അങ്ങനെയില്ല. എന്നെ സംബന്ധിച്ച് ഏതെങ്കിലും പ്രത്യേക സമയം എഴുത്തിന് വേണ്ടി നീക്കി വെക്കുക എന്നൊരു രീതിയല്ല. എപ്പോഴൊക്കെയാണോ എഴുതാൻ പറ്റുന്നത് ആ സമയം ഉപയോഗിക്കും. ഇപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ചിലപ്പോൾ എന്റെ മുന്നിൽ ഒരു 2 മണിക്കൂർ ഒക്കെ ഉണ്ട് എന്ന് കണ്ട ഉടനെ ആ സമയത്ത് തന്നെ ചിലപ്പം ഇരിക്കും. പക്ഷെ കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് രാവിലെ ഒരു 4:30 എഴുന്നേറ്റിട്ട് ഒരു 5 മണി മുതൽ ഒരു 7 മണി വരെയൊക്കെ എഴുതാറാണ് കൂടുതൽ. മിഴാവുകുന്നിൽ അരങ്ങേറിയ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെക്കാവോ? അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലം പോലെ തന്നെ അന്ന് ഒരുപാട് പരിമിതികൾക്കുള്ളിലും ഈ മനുഷ്യര് തമ്മിലുള്ള പരസ്പരം ഒരു പങ്കുവെക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് പിന്നെ നമ്മളിപ്പോ ഇന്നും ആ തരത്തിൽ തന്നെ ഉണ്ട്. എന്നാൽ പോലും അന്ന് ആ ഇല്ലായ്മക്കിടയിലും ഇന്ന് ഒരുപക്ഷെ നമുക്ക് വീട്ടിന് ആവശ്യത്തിൽ ഒരു ഭക്ഷണ സാധനങ്ങൾ തന്നെയാണെങ്കിൽ ആവശ്യത്തിന് ഉണ്ടാവും. ഒരുപക്ഷെ അതിൽ നിന്നൊരു പങ്ക് ചിലപ്പോൾ നമ്മൾ മറ്റൊരാൾക്കൊക്കെ കൈമാറായിരിക്കും. പക്ഷെ പണ്ടത്തെ കാലത്ത് ഇപ്പം ആ വീട്ടിലൊരു 5 പേരുണ്ടെങ്കിൽ ഈ 5 പേർക്കും വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം ഇല്ലെങ്കിൽ പോലും തൊട്ടപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് ആ ഭക്ഷണത്തിന്റെ ഒരു കുറവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്നൊരു വീതം പങ്കുവെക്കുന്ന രീതി ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അതുപോലെ തന്നെ മറ്റു മനുഷ്യരെ പരസ്പരം സഹായിക്കാനുള്ളൊരു മനസ്സ് ഇന്നത്തെ കാലത്തുണ്ട്. അങ്ങനെയല്ല, പക്ഷെ അന്ന് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും ആ മനുഷ്യരെ ചേർത്ത് ഓടിക്കാനും സഹായിക്കാനും കഴിയുന്ന കുറെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലെ അനുഭവങ്ങളൊക്കെ നോവലിലേക്ക് അടുത്ത വീട്ടിലൂടെ ഭക്ഷണം വെച്ചോന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു ബന്ധം അവർക്കിടയിലുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് കീളുവാരങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു ആശയത്തിന്റെ ഉത്ഭവം എവിടെ നിന്നായിരുന്നു? കീളുവാരങ്ങളിൽ പിന്നിലേക്ക് വരുമ്പോൾ അത് മിഴാവുകുന്ന് തന്നെയാണ് അതിന്റെ തുടക്കം. അല്ല, അത് എഴുതുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മിഴാവുകുന്ന് എഴുതുന്നത് ഏതാണ്ട് ഒരു 40 വർഷം മുൻപുള്ള 2020 വെച്ച് നമ്മൾ എഴുതുന്ന സമയം കണക്കൂട്ടുമ്പോൾ ഒരു 40 വർഷം മുമ്പുള്ള ഒരു ചരിത്രമാണ്. അപ്പൊ ആ സമയം ഒരു 60 മുതൽ 80 വരെയുള്ള കാലഘട്ടത്താണ് മിഴാവുകുന്നിൽ പരിചയപ്പെടുന്നത്. അപ്പൊ ആ സമയത്ത് ഇപ്പം കാലഘട്ടത്തിൽ ആ നാടിനകത്ത് ജീവിച്ചിരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പിന്തുടരുന്ന കുറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യർ, ഇപ്പൊ നമ്മൾ ജാതി എന്ന ഒരു പേരിട്ട് വിളിക്കാം, അത്തരത്തിലുള്ള എല്ലാ മനുഷ്യരും ആ നോവലിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കടന്നു വരുന്ന ഒരു വിഭാഗമായിരുന്നു ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു 80-85 വരെയുള്ള കാലഘട്ടത്തിലൊക്കെ വലിയ തറവാട് വീടുകളിൽ കല്യാണങ്ങളൊക്കെ നടക്കും. അപ്പം ആ പ്രദേശത്തിലെ എല്ലാ ആളുകളെയും തറവാട് വീട്ടിലേക്ക് സദ്യ ഉണ്ണാൻ വേണ്ടി ക്ഷണിക്കും. ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ മാത്രം ഇവര് വിളിക്കില്ല. ഈ വലിയ തറവാട് വീട്ടിലാണ് അത്തരത്തിൽ ഒരു എല്ലാവർക്കും ഭക്ഷണം വെച്ചു കൊടുത്തുകൊണ്ട് ഒരു കല്യാണമൊക്കെ നടത്താൻ അന്നത്തെ കാലത്ത് സാധിക്കുക. അപ്പം ഇവർ വലിയ തറവാട് വീടുകളിൽ 2 തട്ടുകളിലായിട്ടാണ് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ തട്ടിൽ ഈ ഉയർന്ന ജാതി എന്ന് അവർ തന്നെ പേരിട്ട് വിളിക്കുന്ന ആളുകൾക്ക് ഈ ഒന്നാമത്തെ ഈ തട്ടില് പന്തലൊരുക്കിയിട്ട് അവിടെ ഭക്ഷണം വിളമ്പും. പിന്നെ ഉയർന്ന ജാതി, ഈ താഴ്ന്ന ജാതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്ന ആളുകളെ ഇവർക്ക് 2ാമത്തെ തട്ടിലാണ് ഭക്ഷണം വിളമ്പുക. അപ്പൊ ഈ 2ാമത്തെ തട്ടിന് ചുറ്റിലും ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരിങ്ങനെ കൂട്ടം കൂടി നിൽക്കും. അപ്പം ഓരോ പന്തി ഇങ്ങനെ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ ഈ പന്തിയിലെ ഈ ഭക്ഷണം വിളമ്പുന്നിടത്തേക്ക് കടന്നു ചെന്നിട്ട് ഈ എച്ചിരി എടുത്തിട്ട് അതിലെ ഭക്ഷണം ഒന്നുകിൽ ഇവരുടെ മുണ്ടിന്റെ ഒരു കോന്തല അതിന്റെ കോണിങ്ങനെ വിടർത്തി പിടിച്ചിട്ട് അതിലേക്ക് വേസ്റ്റ് ബാക്കി വന്ന ഭക്ഷണം പിന്നെ അതിലേക്ക് ഇടും. അല്ലെങ്കിൽ ഒരു കവുങ്ങിന്റെ പാള കൊണ്ടുവന്നിട്ട് അതിലേക്ക് അവരിടും. അങ്ങനെ ഒരു 3-4 പന്തിയെ കഴിയുമ്പോൾ ഇത് നിറയും. അങ്ങനെ ഈ നിറഞ്ഞ സമയത്ത് ഇവര് ഇതുമായിട്ട് ഏതെങ്കിലും വയലിന്റെ കരയിലേക്കോ അല്ലെങ്കിൽ തോടിന്റെ കരയിലേക്കോ ഒക്കെ ചെന്നിട്ട് ഈ കുട്ടികളും മുതിർന്നവരൊക്കെ കൂട്ടമായിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു കാലം ഒരു 10-40 വർഷം മുമ്പ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അത്തരം അനുഭവങ്ങളൊക്കെ കേട്ടറിഞ്ഞ ഒരാൾ എന്ന നിലയിൽ പ്രത്യേകിച്ച് വയനാടിനെ കുറിച്ചും എനിക്ക് വായിച്ചുള്ള അനുഭവങ്ങളുണ്ട്. അപ്പൊ അത്തരം അനുഭവങ്ങളൊക്കെ കോർത്തു വെച്ചപ്പോൾ എന്റെ നാട്ടിലെ മനുഷ്യര് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ വയനാട്ടിലെ പ്രത്യേകിച്ച് ഈ അടിമ വ്യവസ്ഥ നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ നാട്ടില് എത്രമാത്രം ദുരിതപൂർണമായിട്ടുള്ള ജീവിതമായിരിക്കും അവർ നയിച്ചിട്ടുണ്ടാവുക എന്നൊരു ചിന്തയാണ് എന്നെ ഇങ്ങനെയൊരു നോവലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്.
അപ്പൊ അതിന് മറ്റുള്ള ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ മനുഷ്യരോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഇവരുടെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭക്ഷണ രീതികളും വിശ്വാസങ്ങളും ഇവരുടെ നിഷ്കളങ്കമായ സ്നേഹമൊക്കെ ഈ കീളുവാരങ്ങൾ എന്ന പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കീളുവാരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് പണിയ സമുദായത്തിന്റെ ഭാഷയാണ്. മലയാളം ട്രാൻസ്ലേഷനും ഒപ്പം കൊടുത്തിട്ടുണ്ട്. എന്നാൽ തന്നെ ഈ ഒരു ഭാഷ കണ്ടെത്തുക എന്നത് അത്രയേറെ എളുപ്പമാണെന്ന് തോന്നുന്നില്ല. ശ്രമകരമായിരുന്നു. ഒരു ബുദ്ധിമുട്ട് ആയി തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്ര ഇഷ്ടത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പൊ നോവൽ എഴുതാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആദ്യത്തെ അക്ഷരം എഴുതുന്ന ആ നിമിഷം മുതൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു നോവലിന് രൂപം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ സമയം മുതൽ ഇതിലെ കഥാപാത്രങ്ങൾക്ക് ഈ ഭാഷ തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും ഒരു ദൃഢനിശ്ചയമായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടില്, പ്രത്യേകിച്ച് കണ്ണൂരിലെ ഭാഷയിൽ നിന്ന് വയനാട്ടിലേക്ക് വരുമ്പോൾ ഭാഷയിൽ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അത് ഇപ്പം വയനാട്ടിൽ ഇവിടുന്ന് ഇപ്പം കൽപ്പറ്റയിലേക്ക് മാറുമ്പോൾ തന്നെ ഇവിടുത്തെ മാനന്തവാടിയിലെ ഭാഷയല്ല കൽപ്പറ്റയിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഈ ഭാഷയെ അറിയണം എന്ന് ഒരാഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോടുകൂടിയാണ് ഭാഷ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുള്ളത്. പൂർണ്ണമായി ഇത് പഠിച്ചെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു പഠിച്ചെടുത്തിട്ട് എഴുതൽ പ്രയാസമാണ്. പക്ഷെ എന്നാലും നോവലിന് ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ചോദിക്കാനും അതിനപ്പുറത്തേക്ക് കുറെ കൂടി ഈ ഭാഷയെ അടുത്തറിയാനൊക്കെ ശ്രമിച്ചു. ഏതാണ്ട് 3 വർഷത്തെ പരിശ്രമമാണ് കീളുവാരങ്ങൾ. അപ്പം അതിനിടയിൽ ഈ ഇത്രയും 3 വർഷത്തിനിടയിൽ ഈ നോവലിന് വേണ്ടുന്ന ഭാഷകളും കാര്യങ്ങളൊക്കെ കണ്ടെടുക്കാൻ പറ്റിയത് ഒരു വലിയ ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടിട്ടില്ല. ആദ്യം മലയാളത്തിലേക്ക് എഴുതിയിട്ട് പിന്നീട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണോ ചെയ്തത്? നോവല് അല്ല, ഇത് എനിക്ക് നോവൽ എഴുതി തുടങ്ങുന്ന മുതൽ എനിക്ക് ഏതാണ്ട് അറിയാവുന്ന വാക്കുകളൊക്കെ ഞാൻ അതിലെഴുതി. പിന്നീട് സംശയമുള്ളതൊക്കെ എന്റെ ഒരു അറിവിന്റെ പരിധി വെച്ചുകൊണ്ട് ഞാൻ എഴുതി. പിന്നീട് അത് ഇവരുടെ അടുത്ത് വന്നിട്ട് അത് വായിച്ച് കേൾപ്പിച്ച് അതിലെ തിരുത്തലുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് അത് തിരുത്തി, അങ്ങനെ ഒരു പലതവണ മാറ്റി എഴുതിയിട്ടാണ് ഭാഷ ഉപയോഗിച്ചത്. ഈ ഒരു പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത് അതിലടങ്ങിയ ജീവിതാനുഭവങ്ങളും കൂടാതെ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയൊക്കെയാണ്. ഏതെങ്കിലും സാധാരണ വായനക്കാർ ഇത് വായിച്ചിട്ട് ഇത് വായിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, ഈ ഭാഷയുള്ളത് കൊണ്ട് ഇത് വായിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടോ? പലരും പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ഒരു 50 പേജൊക്കെ എത്തുന്നത് വരെ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ തൊട്ടടുത്ത് തന്നെ മലയാളം ഉള്ളതുകൊണ്ട് നമുക്കത് മലയാളം കൂടി വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ ഒരു 50 പേജൊക്കെ കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് മലയാളത്തിന്റെ ആവശ്യം നമുക്ക് സത്യത്തിൽ വരുന്നില്ല. ആ ഭാഷയോട് നമുക്ക് അങ്ങനെ എഴുകി ചേർന്ന് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ അനുഭവം. ഇത് എത്ര ദിവസം എടുത്തു എന്ന് പറഞ്ഞ് എഴുതാൻ? 3 വർഷം കൊണ്ടാണ് കീളുവാരങ്ങൾ എഴുതി. മാതൃഭൂമിയാണ് ഇത് പിന്നീട് പബ്ലിഷ് ചെയ്തത്. എങ്ങനെയാണ് മനീഷിന്റെ എഴുത്ത് മാതൃഭൂമിയിൽ എത്തിച്ചേരുന്നത്? ഞാനിത് എഴുതി ഏതാണ്ട് ഒരു 2 വർഷം കഴിഞ്ഞ സമയത്താണ് ഈ മാതൃഭൂമിക്ക് ഇതിന്റെ ഒരു കോപ്പി മെയിൽ വഴി അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അയച്ചു കൊടുത്ത ശേഷം സാധാരണ മാതൃഭൂമി ഒരു 45 ദിവസത്തിനുള്ളിലാണ് നമുക്ക് അതിന്റെ മറുപടി തരിക. അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ അവർ ആ നിലയിൽ പറ്റുമെന്ന്, ഇല്ലെങ്കിൽ ഇല്ല എന്ന നിലയിൽ തന്നെ ഒരു മറുപടി തരും. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു 20ാമത്തെ ദിവസം ആകുമ്പോഴേക്കും മാതൃഭൂമിന്ന് വിളിച്ചു. പിന്നെ നല്ല വർക്കാണ്, നമുക്കിത് ചെയ്യാം. അപ്പം ആദ്യം തന്നെ അവരെ തൊട്ടത് ഈ ഒരു ഭാഷയാണ്. അപ്പം ഈ ഭാഷയെക്കുറിച്ച് എന്നോട് ചോദിച്ചു, പിന്നെ ഈ ഭാഷ നിങ്ങൾ ഉപയോഗിച്ചത് കൃത്യമാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 95% എനിക്കതിനെ ഉറപ്പോടെ പറയാൻ വേണ്ടി പറ്റും. പിന്നെ പ്രാദേശികമായിട്ടുള്ള ഭാഷയിൽ ചെറിയ വ്യത്യാസങ്ങൾ, ചിലപ്പോൾ അക്ഷരങ്ങളിലൊക്കെ അവർ സംസാരിക്കുന്ന അക്ഷരങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ഇപ്പം നമുക്ക് ഇന്നതാ മാത്രമാണെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയില്ല എന്ന് എഴുതി പറഞ്ഞു. അപ്പോൾ 95% ഞാൻ ഉറപ്പ് കൊടുത്തു. അപ്പോൾ പിന്നീട് അവർക്ക് മറ്റൊന്നും ആലോചിക്കാൻ ഉണ്ടായില്ല. ഒരു നല്ല വർക്കാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യാവുന്ന രീതിയിലേക്ക് വന്നു. പിന്നീട് ഒരു 10 മാസം എടുത്തിട്ടാണ് നോവൽ പുറത്തേക്ക് വരുന്നത്. പക്ഷെ ആ 10 മാസം കൊണ്ട് എനിക്ക് കൂടുതൽ ഇതിനെ ഒന്ന് മിനുക്കിയെടുക്കാനുള്ള ഒരു അവസരം കൂടി എനിക്കതുവഴി ഉണ്ടായി. അതായത് മനീഷ് വയനാട്ടുകാരനല്ല എന്ന് പറഞ്ഞു, വയനാട്ടിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് എഴുതുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. പ്രതിസന്ധി നേരിട്ടത് എന്ന് പറയുന്നത് നമ്മളെ ചരിത്ര കടന്നു വരുന്ന നോവലാണ്. എന്നാൽ പോലും അത് നമുക്ക് പൂർണ്ണമായിട്ടൊരു ചരിത്രമാണെന്ന് നമുക്ക് അങ്ങനെ ഭാവനകളോടി ഇടകി ചേർത്തുകൊണ്ടുള്ള നോവലാണ്. നോവൽ എഴുതുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ ഈ കഥകൾ അറിയാനുള്ളൊരു പ്രയാസം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു 5-6ഓളം മൂപ്പന്മാരുടെ നേരിട്ട് കണ്ടിട്ടാണ്
ഈ പഴയ കാലത്തെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ഉള്ളിൽ അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച്, ആചാരങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഇത്തരം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഈ മനുഷ്യരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ ആദ്യത്തെ 1-2 ദിവസമൊക്കെ നമുക്ക് പറഞ്ഞു തരും. പിന്നീട് നമ്മൾ പോകുമ്പം അവർക്ക് നമ്മളോട് ഇഷ്ടക്കേടില്ല, പിന്നെ മറ്റ് പറഞ്ഞു തരുന്നതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അവരുടെ ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു സമയങ്ങളുണ്ട്. അപ്പോൾ ആ സമയങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ അവർ ചെലവഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പലപ്പോഴും ഇന്നിനി പറ്റില്ല, അല്ലെങ്കിൽ നാളെ വാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാറുണ്ട്. അപ്പം അതിലൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്, ഇരിട്ടി. അപ്പോൾ 50 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഇവിടേക്ക് എത്തുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഏതെങ്കിലും മൂപ്പനെ കാണാം എന്ന നിലയിലാണ് വരിക. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് മൂപ്പൻ്റെ വീട്ടിലെത്തുമ്പോഴാണ് മൂപ്പൻ പറയുക, ഇന്ന് പിന്നെ എനിക്ക് പറ്റില്ല എന്ന് പറയും. അപ്പം നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ചില പ്രയാസങ്ങളൊക്കെ. ഓക്കെ, വിമർശനങ്ങൾ എന്തെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇതുവരെ ആരും അങ്ങനെ ആ ഒരു രീതിയിൽ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എഴുതിയിട്ടുള്ള ഈ നോവലിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ വായിച്ച മനുഷ്യരൊക്കെ ഇത്തരം അനുഭവങ്ങൾ വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പോടെ പറയുന്നുണ്ട്. എനിക്കും അത് ഉറപ്പോടെ പറയാൻ വേണ്ടി കഴിയുന്നത് ഈ മൂപ്പന്മാരിൽ നിന്നാണ് ഞാൻ ഈ കഥകൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കഥകളെ, ഒരുപക്ഷെ ചില കഥകളെയൊക്കെ ഒന്ന് വായനക്കാരിലേക്ക് കുറെ കൂടി ആഴത്തിൽ സ്പർശിക്കുന്ന തരത്തിലേക്ക് വായനക്കാർക്ക് ലഭിക്കാൻ വേണ്ടി ഞാൻ എന്റേതായിട്ടുള്ള കൂട്ടിച്ചേർക്കലൊക്കെ നടത്തിയിട്ടുണ്ട്. മിണ്ടിയും പറഞ്ഞും ഈയൊരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മനീഷിന്റെ കീഴുവാരങ്ങൾ പോലെയുള്ള കൃതികൾക്ക് രാഷ്ട്രീയവും ചരിത്രപരവുമായ വായന എക്കാലവും ഉണ്ടായിരിക്കും. കീഴുവാരങ്ങൾ വായിക്കാത്തവർ വായിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിക്കേണ്ട മനോഹരമായൊരു പുസ്തകമാണ്. മനീഷിന്റെ കൂടുതൽ എഴുത്തുവിശേഷങ്ങൾ അടുത്ത ആഴ്ചയിൽ ഇതേ സമയം കേൾക്കാം. നന്ദി. മിണ്ടിയും പറഞ്ഞു. പ്രശസ്ത എഴുത്തുകാരൻ മനീഷ് മുഴക്കുന്നിന്റെ എഴുത്തുവിശേഷങ്ങൾ. നിർവഹണം ശ്രീകാന്ത് കെ കൊട്ടാരത്തിൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4.